ആദ്യം തന്നെ നമുക്ക് ബ്രോക്ക് ലെസ്നറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് നിന്നാനടക്കം അത് ഡെവ് മെൽസർ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ബ്രോക്ക് ലെസ്നർ റോയൽ റംബിളിൽ വരുമെന്ന്. അല്ല, അദ്ദേഹം ഇപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ബ്രോക്ക് ലെസ്നർ വീക്കെൻഡ് എപ്പിസോഡിൽ തന്നെ, അതായത് റോയൽ റംബിളിന് മുമ്പുള്ള വീക്കെൻഡ് എപ്പിസോഡിൽ വന്നു കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് ഇപ്പോൾ ഡെവ് മെൽസർ പറയുന്നത്. സോ അടുത്ത റോ എപ്പിസോഡിൽ തന്നെ അല്ലെങ്കിൽ അടുത്ത റോയോ സ്മാക്ഡൗൺ എപ്പിസോഡിലോ എവിടെയെങ്കിലും ബ്രോക്ക് ലെസ്നർ റിട്ടേൺ ചെയ്യാനുള്ള വലിയ സാധ്യതകളുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. സോ ഡെവ് മെൽസർ പറയുന്നതാണ്, എത്രത്തോളം വിശ്വസിക്കാമെന്ന് നമുക്കറിയില്ല. എന്തായാലും സാധ്യത വളരെ കൂടുതലാണ്. ബ്രോക്ക് ലെസ്നർ ഈ ഒരു റോയൽ റംബിളിന് മുന്നേ തന്നെ, അതായത് അടുത്ത റോ എപ്പിസോഡിൽ തന്നെ വരാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്മാക്ഡൗൺ എപ്പിസോഡിൽ വന്നത് വരെ. സോ ഗുന്തറുമായിട്ട് ഫ്യൂഡ് ചെയ്യണമെങ്കിൽ അദ്ദേഹം റോ എപ്പിസോഡിൽ വന്നേ പറ്റത്തുള്ളൂ. സോ നമുക്ക് എന്താണ് കണ്ടതിനെ അറിയണം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കോറ ജെയ്ഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോറ ജെയ്ഡ് NXT സൂപ്പർ സ്റ്റാറാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അവരെക്കുറിച്ച് അപ്ഡേറ്റ് പറഞ്ഞിരുന്നു. അതായത് അവർക്ക് ACL ഇഞ്ചുറിയാണ്, 6 മാസം പുറത്തിരിക്കേണ്ടി വരുമെന്ന്. സോ ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന 6 മാസമല്ല 1 വർഷത്തോളം കോറ ജെയ്ഡിന് പുറത്തിരിക്കേണ്ടി വരുമെന്ന്. സോ NXT സംഭവിച്ചിടത്തോളം, NXTയുടെ വുമൻസ് ഡിവിഷനെ സംഭവിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയാണ് കോറ ജെയ്ഡ് ഇല്ലാത്തത്. എന്തായാലും ഉടനെ തന്നെ മെയിൻ ബ്രാൻഡിൽ എത്തുമെന്നൊക്കെ വിചാരിച്ചൊരു സൂപ്പർ സ്റ്റാറാണ്. പക്ഷേ വലിയൊരു ഇഞ്ചുറി ഉണ്ട്. അത് ACL ഇഞ്ചുറി എന്ന് പറയുന്നത് കുറച്ച് വലിയൊരു ഇഞ്ചുറി തന്നെയാണ്. സോ അതുപറ്റി ഇപ്പോൾ അവർ പുറത്തായിരിക്കുകയാണ്. സോ ഏതാണ്ട് ഈ 1 വർഷത്തോളം നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരും കോറ ജെയ്ഡിൻ്റെ റിട്ടയർ. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് WWE ഏതെങ്കിലും ഒരു ഷോ ലാസ് വേഗാസ് സ്പിയർ വെച്ച് നടത്താനുള്ള സാധ്യതകളുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ലാസ് വേഗാസ് സ്പിയർ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. നമുക്ക് ഇൻസ്റ്റാ റീലിലും മറ്റു സംഭവങ്ങളിലൊക്കെ നമ്മൾ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ലാസ് വേഗാസ് സ്പിയർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. എന്തായാലും ആ ഒരു സ്റ്റേഡിയം എന്ന് പറയാൻ സാധിക്കത്തില്ല, ഒരു 3D എഫക്റ്റ് ഉള്ളൊരു സംഭവമാണ്. എന്തായാലും അത് ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു പക്ഷേ WWE ഇവിടെ നടത്താൻ തീരുമാനിച്ചാൽ. കഴിഞ്ഞ വർഷമൊക്കെ WWE അവിടെ നടത്തുമെന്ന് പറഞ്ഞു കേട്ടിരുന്നു, പക്ഷേ നടത്തിയിട്ടില്ല. സോ നടത്തിക്കഴിഞ്ഞാൽ വേറെ ലെവലായിരുന്നു. ഒരു 3D എക്സ്പീരിയൻസ് ഒക്കെ അവിടെ ഇരിക്കുന്ന ഫാൻസിന് കിട്ടും, അതിൽ കാണാൻ നമുക്ക് കിട്ടും. സോ WWE അവിടെ വെച്ച് നടത്തിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും. ലാസ് വേഗാസ് സ്പിയറിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. സോ ഒരു 3D എഫക്റ്റ് അല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ എനിക്കറിയില്ല. നിങ്ങൾ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. സോ അവിടെ എങ്ങനെ WWEയുടെ ഒരു ഷോ നടത്തുമെന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. സോ കപ്പാസിറ്റിയൊക്കെ എത്രത്തോളം ഉണ്ടെന്നറിയില്ല. വലിയ രീതിയിലുള്ള കപ്പാസിറ്റിയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു ഷോ നടത്തി കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നേരത്തെ WWE ഇവിടെ നടത്താൻ നോക്കിയിരുന്നു, പക്ഷേ പറ്റിയില്ല. ഇനി നടത്താനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇനി അടുത്ത അപ്ഡേറ്റ് ഡക്കോട്ട കൈമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഡക്കോട്ടയ്ക്ക് എപ്പോൾ ഇൻറിങ്ങിലേക്ക് തിരിച്ചു വരുമെന്ന്. എന്തായാലും അതായത് ഇൻറിങ് ആക്ഷനിലേക്ക്, അതായത് റെസ്ലിംഗിലേക്ക് തിരിച്ചു വരുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം ഡക്കോട്ടയ്ക്ക് ബാക്കി എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. അതായത് റെസ്ലിംഗ് അല്ല, ബാക്കി എല്ലാ പരിപാടിയും ഡക്കോട്ടയ്ക്കായി ചെയ്യുന്നുണ്ട്, പക്ഷേ റെസ്ലിംഗ് മാത്രം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും ചോദിക്കുന്നുണ്ട്, എന്തായാലും ഇത്രയൊക്കെ പരിപാടി ചെയ്യുമെങ്കിൽ എന്തുകൊണ്ട് റെസ്ലിംഗ് ചെയ്യുന്നില്ലെന്ന്. എന്തായാലും അതിനുള്ള ഉത്തരം ഇപ്പോൾ ഡക്കോട്ടയ്ക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഡക്കോട്ടയ്ക്ക് പറയുന്നത് ഇങ്ങനെയാണ്, താൻ ഫിസിക്കലി ഫിറ്റാണ് റെസ്ൽ ചെയ്യാൻ, തനിക്ക് അങ്ങനെ ഫീലുണ്ട്, താൻ ഫിസിക്കലി ഫിറ്റാണ് റെസ്ൽ ചെയ്യാനെന്നൊക്കെ. പക്ഷേ തന്നെ മെഡിക്കൽ ടീം അനുവദിക്കുന്നില്ല, അതായത് WWE മെഡിക്കൽ ടീം തന്നെ അനുവദിക്കുന്നില്ല റെസ്ൽ ചെയ്യാനെന്നാണ് ഇപ്പോൾ ഡക്കോട്ട പറയുന്നത്. എന്തായാലും ഡോക്ടേഴ്സ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് റെസ്ൽ ചെയ്യേണ്ടതാണ് ഡക്കോട്ടയോട്. എന്തായാലും എനിക്ക് തോന്നുന്നു ഉടൻ തന്നെ ഡക്കോട്ട തിരിച്ചു വരുമെന്ന് തന്നെയാണ്. കാരണം ഡക്കോട്ട തന്നെ പറയുന്നുണ്ട് അവർ ഫിസിക്കലി ഫിറ്റാണ്, മെൻ്റലി ഫിറ്റാണ്, എല്ലാ രീതിയിലും ഫിറ്റാണെന്ന്. പക്ഷേ ഡോക്ടർമാർ അനുവദിക്കുന്നില്ല, അത്രയേ ഉള്ളെന്നാണ് അവർ പറയുന്നത്. സോ മിക്കവാറും ഉടൻ തന്നെ ഡോക്ടർമാർ ഒരു ഗ്രീൻ സിഗ്നൽ കാണിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതാണ്ട് 7-8 മാസത്തെ റെസ്റ്റാണ് ഡക്കോട്ട പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ ഒരു 7-8 മാസം കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ കറക്റ്റ് അറിയില്ല. സോ അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ റിട്ടേണുള്ള സാധ്യതകൾ ഏറെയാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഏതായിരിക്കും റോയൽ റംബിളിൻ്റെ മെയിൻ ഇവൻ്റ് എന്ന്. എന്തായാലും അതിലിപ്പോൾ കിട്ടുന്നൊരു ഉത്തരവ് എന്ന് പറയുന്നത് ആ ഒരു ഫേറ്റൽ 4-way മാച്ചാണ്. റോമൻ റീൻസ്, റാൻഡി ഓർട്ടൻ, AJ സ്റ്റൈൽസ്, LA നൈറ്റ്, ആ ഒരു മാച്ചായിരിക്കും റോയൽ റംബിളിൻ്റെ മെയിൻ ഇവൻ്റ് മാച്ച് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ മെൻസ് റോയൽ റംബിളിൽ WWE കൺസിഡർ ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. സോ എനിക്ക് തോന്നുന്നത് ഫേറ്റൽ 4-way മാച്ച് തന്നെ വരാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ ഞാൻ പറയാൻ കാരണം എന്ന് പറയുന്നത്, റോമൻ റീൻസ് ഏതെങ്കിലും മാച്ചിലുണ്ടോ ആ ഒരു മാച്ചിന് WWE ഉറപ്പായിട്ടും മെയിൻ ഇവൻ്റ് ആകും. അത് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ള മാച്ചാണ്. ഇപ്പോൾ റോമൻ റീൻസ് ലോഗൻ പോൾ മാച്ച് വരെയാണെങ്കിൽ പോലും ആ WWE മെയിൻ ഇവൻ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇത് മെയിൻ ഇവൻ്റ് ആകാനാണ് സാധ്യത കൂടുതൽ. റോമൻ റീൻസ് ഉള്ള ഒരു മാച്ചിന് WWE ഇടയ്ക്കോ തുടക്കമോ ഒന്നും കൊണ്ടുവെക്കാറില്ല, എപ്പോഴും മെയിൻ ഇവൻ്റ് ആയിട്ടാണ് WWE വെക്കാറുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫേറ്റൽ 4-way മാച്ചായിരിക്കും മെയിൻ ഇവൻ്റ് ആയിട്ട് വരാൻ സാധ്യത കൂടുതൽ. എന്തായാലും എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് മെൻസ് റോയൽ റംബിൾ മാച്ച് മെയിൻ ഇവൻ്റ് ആയിട്ട് വെക്കണമെന്ന് തന്നെയാണ്. കാരണം മെൻസ് റോയൽ റംബിൾ മാച്ചാണ് ഈ ഒരു റോയൽ റംബിളിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫേറ്റൽ 4-way മാച്ചിനെക്കാട്ടിലും എനിക്ക് ഒന്ന് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മെൻസ് റോയൽ റംബിൾ മാച്ചാണ്. കാരണം 30 പേര് ആരാണ് എന്നുള്ള ക്യൂരിയോസിറ്റി അതിൽ എപ്പോഴും നിൽക്കും. സോ അതുകൊണ്ട് തന്നെ അത് തന്നെ ഒരു മെയിൻ ഇവൻ്റ് ആക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ മറ്റേതൊരു ഡ്രീം മാച്ചാണ്, ഒരു റെസൽമേനിയക്കായിട്ട്, അതായത് റെസൽമേനിയ ടൈപ്പ് മാച്ചാണ്. സോ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. റോമൻ റീൻസ് ഇപ്പോൾ ഏതെങ്കിലും 1-on-1 മാച്ചിലാണെങ്കിൽ കുഴപ്പമില്ല. നമുക്കറിയാം മെൻസ് റോയൽ റംബിൾ മാച്ച് മെയിൻ ഇവൻ്റ് വെക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ ഒരു മാച്ച് മെയിൻ ഇവൻ്റ് വെക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഇപ്പോൾ വലിയൊരു സംശയം തന്നെയാണ് ഒരു ഫേറ്റൽ 4-way, അതായത് ഒരു ബിഗ് ഫേറ്റൽ 4-way മാച്ചും അതുപോലെ തന്നെ മെൻസ് റോയൽ റംബിളും.
സോ എനിക്ക് അതിൻ്റെ ഒരു കൺഫ്യൂഷനാണ് ഏത് മെയിൻ ഇവൻറ്റ് വെക്കണമെന്ന്. ഏത് വന്നാലും കുഴപ്പമില്ല, പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മെൻസ് റോയൽ റംബിൾ മെയിൻ ഇവൻറ്റ് വെക്കണം എന്ന് തന്നെയാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജിന്ദർ മഹാൾ പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് താൻ മാത്രമേ ഉള്ളൂ ഈ റോയൽ റംബിളിൽ, അതുകൊണ്ട് തന്നെ ഈ ഒരു റോയൽ റംബിൾ താൻ വിജയിക്കുമെന്നാണ് ഇപ്പോൾ ജിന്ദർ മഹാൾ പറഞ്ഞിരിക്കുന്നത്. സോ എനിക്കൊരു ആഗ്രഹമുണ്ട് റോയൽ റംബിൾ, അതായത് ഈ ഒരു റോയൽ റംബിൾ ജിന്ദർ മഹാൾ വിജയിച്ചാലെന്ന്. കാരണം അദ്ദേഹം ഒരു ഇന്ത്യൻ സൂപ്പർ സ്റ്റാറാണ്, അതുകൊണ്ട് തന്നെ വലിയൊരു ആഗ്രഹമുണ്ട് അദ്ദേഹം ഈ ഒരു റോയൽ റംബിൾ വിജയിക്കാൻ. പക്ഷേ നടക്കാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കുറവാണ്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം, ട്രിപ്പിൾ എച്ച് ആണ്, നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. മിൻഷ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ ട്രിപ്പിൾ എച്ച്, അത് ഇപ്പോഴത്തെ ഒരു ട്രിപ്പിൾ എച്ച്, കുറച്ച് നേരത്തെ ഉണ്ടായിരുന്ന ട്രിപ്പിൾ എച്ച് ഓക്കെയാണ്, നമുക്ക് വേണമെങ്കിൽ ഗസ് ചെയ്യാതെ ഇതിന് പല മൂവും. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രിപ്പിൾ എച്ചിന് നമുക്ക് ഗസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അദ്ദേഹം അൺബിലീവബിളായിട്ടാണ് ക്രിയേറ്റീവ് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സോ എന്ത് വേണമെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ജിന്ദർ മഹാൾ വിജയിച്ചാൽ അത്ഭുതപ്പെടാനില്ല. കൂടാതെ ജിന്ദർ മഹാളും സെത്ത് റോളിൻസും തമ്മിലുള്ള ആ ഒരു മാച്ച്, അതായത് റോ എപ്പിസോഡിൽ നടന്ന മാച്ച് 3.9 മില്യൺ ആളുകളാണ് ലൈവായിട്ട് കണ്ടതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. സോ അത്ര വലിയൊരു ഇമ്പാക്റ്റാണ് ജിന്ദർ മഹാലിൻ്റെ, അതായത് ഇന്ത്യൻ ഫാൻസിനിടെ. സോ അത് WWE ഉറപ്പായിട്ടും മുതലെടുക്കാൻ ശ്രമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു റോയൽ റംബിൾ വിജയിച്ചില്ലെങ്കിൽ പോലും മറ്റേതെങ്കിലും രീതിയിൽ മുതലെടുക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പിന്നെ തൊണ്ടയ്ക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ട്. ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു, ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. അവിടത്തേക്ക് തണുപ്പൊക്കെ പിടിച്ച് തൊണ്ടയ്ക്ക് നല്ല രീതിയിലുള്ള പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു സൗണ്ടിലൊക്കെ നല്ല രീതിയിൽ പ്രശ്നം കാണും. അതെല്ലാം നിങ്ങളൊന്ന് ക്ഷമിക്കുക.